കട്ട് ചെയ്തിട്ട് വരെ Melvia. Rama 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 Fatima Rama Padam Shivane Rama Fatima Shivaya Parvadesha Pavanashana Hari Pahimam Parapara Girisha Bhaktavatsala ദേഹിമേം സദാശിവ ഭഗവാന്റെ പുണ്യകീർത്തനം. ഇപ്പോൾ ഇതേ സമയം 5:45 കേട്ടോ. അപ്പോൾ ഇന്ന് പാറുട്ടന് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് പാറുവിന് നമുക്ക് ലഞ്ചും ടിഫിനും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് പാറുവിന് ഭയങ്കര ഇഷ്ടമുള്ള മത്തങ്ങയും പയറും എലിശ്ശേരിക്കറി വയ്ക്കാം. ടിഫിനായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കിന്ന് ഒട്ടും വൈകിയ, അതുകൊണ്ട് ഇന്ന് അമ്പലത്തേക്ക് പോകണില്ല. ഇന്ന് പാറിന് എക്സാമുമാണ്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ പരിപാടീസിൽ കിടക്കാം, അടുക്കള പരിപാടിക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ മത്തങ്ങയും പയറും എലിശ്ശേരി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ വെയിറ്റ് നോക്കുക. വെയിറ്റ് നോക്കിയിട്ട് എൻ്റെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് ഞാൻ മുറിവേൽപ്പിക്കുക, കൊല്ലുക, അങ്ങനെ തന്നെ പറയാം. കാരണം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 57 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ 53ലേക്ക് വന്നിട്ട് ഇപ്പോൾ 58 നിൽക്കുകയാണ് കേട്ടോ. വെയിറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണ് എനിക്ക്. അപ്പോൾ നമ്മുടെ മുക്കുറ്റി ചന്ദനം കണ്ടോ, ആ ചാറ് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കുറുകി കിട്ടും. അതായത് ശരിക്കും ചന്ദനം പോലെ കിട്ടും. ഇത് അവിടെ സ്റ്റിക്കർ പോലെ ഇരിക്കുകയും ചെയ്യും. കുറേ പേര് ചോദിച്ചാൽ എന്തിനാ തൊടണേന്ന്. എന്തിനാ തൊടണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. രാമായണ മാസം കഴിഞ്ഞിട്ട് തൊടും. പിന്നെ ഈ ഒരു ചന്ദനം നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകേണ്ട സ്റ്റോക്ക് ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ചന്ദനം തൊടാറ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലുള്ള ചോറ് കുക്കറിലാട്ടോ വയ്ക്കാറ്. കാരണം പൊടിക്ക് ചോറ് മതിയല്ലോ. അപ്പോൾ കുക്കറിലാകുമ്പോൾ വേഗം നല്ല കഴിയും. കുക്കറിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് ഊറ്റണ സമയത്ത് കുക്കറിൽ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കും. അതിനുശേഷം ഊറ്റക്കയിലും കുറേ വെള്ളം ഒഴിച്ച് അതിൻ്റെ തെളി മൊത്തം കളഞ്ഞ് നല്ല വിത്ത് പോലെ ചോറാക്കും. കാരണം കുക്കറിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലല്ലോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചോറ് റെഡിയാക്കട്ടെ. വെവ് ഭയങ്കര കൂടുതലുള്ളൊരു അരിയാണ്. അപ്പോൾ നമ്മളിതേ അരിയിട്ടിട്ടുണ്ട്. ഒരു നാഴി തികച്ചിടാറില്ല കേട്ടോ. ചിലപ്പോൾ പാറു കഞ്ഞിയായിരിക്കും കുടിക്കുക. അപ്പോൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ കഞ്ഞിക്ക് ഒഴിച്ച് വയ്ക്കും, അവൾ ഇഷ്ടം പറയണ പോലെ. മത്തങ്ങയും പയറിനും പയറ് വേണമല്ലോ. എനിക്കാണെങ്കിൽ മത്തങ്ങയും പയറും നല്ലോണം കുറുകിയിരിക്കുന്നത് ഇഷ്ടം. അതായത് മത്തങ്ങയും പയറും നല്ല രീതിയിൽ ഉടഞ്ഞിരിക്കണം. ഇവിടെ ചില സമയത്ത് മത്തങ്ങയും പയറും വിട്ട് കിടക്കുന്ന രീതിയിൽ ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനിത് ആദ്യമായിട്ടാണ് ഇത് ഒറ്റയ്ക്ക് വെക്കുന്നത്. എന്നാലും അമ്മയുടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. മത്തങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറിലായാലും നമ്മുടെ കാശിക്കൂട്ടനാണെങ്കിൽ മത്തങ്ങയും കുമ്പളങ്ങയും ഫേവറേറ്റാണ്. സാമ്പാറിന് ഈ കഷ്ണങ്ങളൊക്കെ എടുത്തവൻ കഴിക്കുന്നത് കാണുമ്പോൾ ശരിക്കും ചിക്കൻ പീസൊക്കെ എടുത്ത് കഴിക്കത്തില്ലേ, അതേ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് അവനെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മത്തങ്ങയായിരുന്നേ. അപ്പോൾ നല്ല മത്തങ്ങ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നാക്കി വയ്ക്കണം. 3 അടുപ്പും ബിസിയാണ് കേട്ടോ. ഒരെണ്ണത്തിൽ ചോറ്, ഒരെണ്ണത്തിൽ ചായക്ക്, ഒരെണ്ണത്തിൽ മത്തങ്ങയും പയറും. അപ്പോൾ അതാവണ നേരം കൊണ്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി എടുക്കാൻ വെച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണത്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടാണ്. പുട്ട്. ഇവിടെ നമ്മുടെ പാറ എപ്പോഴും പറയും, അയ്യോ ഇവിടെ എന്നും പുട്ടാണല്ലോ എന്ന് പറയും. നമ്മുടെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വീട്ടിൽ പുട്ട് വയ്ക്കും. ചിലപ്പോൾ എളുപ്പപ്പണി ആയതുകൊണ്ടും കൂടെ ആയിരിക്കാം കേട്ടോ. ആ പണി വേഗം കഴിക്കും. പിന്നെ പിള്ളേരാണെങ്കിലും പുട്ട് കഴിച്ചോളും. അവർ കറിയൊന്നും കൂടിയിട്ടല്ല, ചായയും പഞ്ചസാര ഒഴിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായയും പഞ്ചസാര ഒഴിച്ചിട്ട് പുട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ പയറ് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ മത്തങ്ങയും
പിന്നെ 2-3 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഇത്രയും വെവ്വൊക്കെ ഈ പറഞ്ഞ പോലെ വെവ് ഒരുപാട് ഉടഞ്ഞു കിടക്കേണ്ടാത്ത ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ട് പാകം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നാളികേരവും കുറച്ച് ജീരകവും നല്ലോണം ഉള്ളി ഞാനിടും. ചമ്മന്തിക്കായാലും നല്ല രീതിയിൽ ഉള്ളി ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ വേപ്പിലയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ജീരകത്തിൻ്റെ സ്മെല്ല് മുന്തി നിൽക്കണമെന്ന് ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ചധികം ജീരകം ഇടാം. എനിക്ക് ജീരകത്തിൻ്റെ മണം ഇഷ്ടമാണ് കേട്ടോ. എന്നാലും ഒരു ആവറേജ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും. അതിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക. നമ്മുടെ അടുക്കളയിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു വീട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ആ സമയമായപ്പോൾ തന്നെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ചോറിങ്ങനെ ഞാൻ പണ്ടങ്ങനെ കടിച്ചാൽ നോക്കുക. അപ്പം അമ്മ പറയും കടിച്ചു നോക്കിയിട്ടല്ലേ വെവ് നോക്കുക, കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കണം, എന്നാലും വെവ് കറക്റ്റ് മനസ്സിലാവുള്ളൂ എന്ന് പറയും. കുറച്ച് കഞ്ഞി മാറ്റി വെച്ചു. പിന്നെ അത് ഊറ്റാൻ വേണ്ടിയിട്ട് കുക്കറിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൈൽക്കൊട്ടയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ആ തെളിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും സെറ്റായിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പുണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉടയ്ക്കണം എന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക്, ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആ മത്തങ്ങ ഒന്നും കൂടെ നല്ല രീതിയിൽ ഉടച്ചെടുക്കുക. കുറച്ച് കഷ്ണങ്ങൾ മാത്രം വയ്ക്കുക. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ നിഖിലിനും ഗീത്തുവിനൊന്നും വലിയ പ്രിയമില്ല കേട്ടോ. അപ്പം മത്തങ്ങയും പയറോടെ ഓക്കെ, അതായത് ഒരു 3/4 ഭാഗം കഴിഞ്ഞിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ തേക്കാൻ നിൽക്കുകയാണ്. എന്നോട് അമ്മ എപ്പോഴും പറയും തലേ ദിവസം തേച്ച് വെക്കി കറണ്ട് ഇല്ലെങ്കിലോ. പക്ഷേ എനിക്ക് ഒട്ടും ഞാനത് ചെയ്യില്ല. ഞാൻ അപ്പം തേച്ച് അപ്പിടിക്കും. അതെനിക്ക് ആ ചൂട് നിൽക്കണം. അങ്ങനത്തെ ഒരു പോളിസിയായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും പെട്ടു പോകാറുണ്ട്. അതായത് മഴക്കാലമായതുകൊണ്ട് എന്താ പ്രശ്നം, കറണ്ട് പോകണൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പെട്ടു പോകാറുണ്ട്. എന്നാലും ഞാൻ പഠിക്കില്ല. ഞാൻ രാവിലെ എണീറ്റിട്ട് തേച്ച് വയ്ക്കത്തുള്ളൂ കേട്ടോ. ചേട്ടൻ നേരത്തെ സുന്ദരി 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 കാശി ചേച്ചിനെ വിളിച്ചേ, വരാൻ പറ, പോവാന്ന് പറ. വിളിക്കണേ കാശിക്കുട്ടൻ, പാറുവാ പാറുമോളെ വിളിക്ക് കാശി. പാർട്ടിന് അപ്പോൾ ഡ്രസ്സ് ഇടുകയാണ്. വെനസ്ഡേയുടെ യൂണിഫോമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് യൂണിഫോം ഇഷ്ടമല്ല. യൂണിഫോം ഇഷ്ടമല്ല, പാറുവിന് എനിക്ക് ഇതിട്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷേ അവളെ മറ്റേ യൂണിഫോമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളെ ഇന്നും തല കഴിയിക്കില്ലേന്ന്. ഞാനില്ല, ചിലപ്പോൾ 2 days കൂടുമ്പോൾ അല്ലെങ്കിൽ 1.5 മാത്രമേ അവളെ തല ഞാൻ വാഷ് ചെയ്യിക്കാറുള്ളൂ കേട്ടോ. അത് കെട്ടി വെച്ച് കൊണ്ടുപോകണ്ടേ. അങ്ങനെ അത് തല കഴുകിയില്ലെങ്കിൽ നമ്മുടെ മുടി പൊഴിഞ്ഞു പോകും, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ അതിൻ്റേതായ രീതിയിൽ കെയർ ചെയ്ത് കൊണ്ട് നടന്നാൽ മതി. അപ്പം ഞാൻ ദേ മുടി കെട്ടിയിട്ട് പോവാൻ പോവാണ്. സുന്ദരനവിടെ മുടിയിരട്ടെ വില്ലം അരി അരി മാറിക്കടാ. അതേ പൂത്തുമ്പോ വന്നിട്ടേ പോവൂല പോവൂല പൂ. നമുക്ക് ടാറ്റ പോണ്ടേ, ടാറ്റ പോണ്ടേ. അപ്പൊ മുടിയിരണ്ടേ എന്ത് പൊട്ട് ചന്ദനം. ചേച്ചി പാലോടി വന്ന പാട്ടില്ല. നിനക്ക് പാപ്പ എടുത്തിട്ടുണ്ടമ്മ. പാപ്പ തിന്നപ്പാ അച്ഛൻ്റെ അടുത്തിരിക്കും പോയിട്ട്.
അപ്പോൾ കാശിക്കുട്ടനാണെങ്കിൽ ചോദിച്ച് മേടിക്കും. പാറുമോളുടെ കയ്യിൽ കഴിക്കുമ്പോൾ ഒരു ഫോൺ ഇരിക്കുന്നുണ്ട്, എന്നാലും വായിൽ സ്റ്റോക്ക് വയ്ക്കും. നമ്മൾ ഒരുപാട് റീൽ കണ്ടിട്ടില്ലേ, മൂത്ത മോൾക്ക് നമ്മളിപ്പോഴും കഷ്ടപ്പെട്ട് വാരി കൊടുക്കണം. രണ്ടാമത്തെ മോൻ ഈസി ആയിട്ട് കഴിക്കുന്നത് പുട്ടായതുകൊണ്ടാണ് കേട്ടോ അവർ വാരി കൊടുക്കുന്നത്. അതല്ല വെള്ളയപ്പം, ദോശ, ഇഡലി, മുട്ടപ്പത്തിരി ഇതൊക്കെ ആണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് വാരി കഴിച്ചോളും. എൻ്റെ ഒരു സഹായം അവന് വേണ്ട. പുട്ട് ഞാനങ്ങനെ കൊടുക്കാറില്ല, കാരണം തെരുപ്പയിലൊക്കെ കയറില്ലെന്ന് വെച്ചിട്ട്. ഇവിടെ ഒരു 3 വായ കയറ്റി കഴിഞ്ഞാലേ അവിടെ ഒരു വായ കഴിക്കത്തുള്ളൂ. അല്ലും അയിനും നമ്മുടെ പാറുക്കുട്ടിയും ഒരേ കണക്കാണ് കേട്ടോ. 3 പേരും ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയന്മാരാണ്. 8:20 ആയപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പാറുമ്പോൾ. അപ്പം ഞാനൊന്ന് റിവൈൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്നെന്താ പാറുട്ട് എക്സാം? ഇന്നെന്താ എക്സാം? അപ്പം ഇംഗ്ലീഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഒട്ടുമിക്ക ദിവസങ്ങളും രാവിലെ എണീറ്റിട്ട് സമയമുണ്ടെങ്കിൽ അത് റിവൈൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തോ പറഞ്ഞിപ്പോൾ അത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെൻഷനൊക്കെയാണ്. എക്സാമിന് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടാതെയാണെങ്കിൽ അവൾ പറയും അമ്മ എനിക്കത് കിട്ടില്ല, ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ആൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്നൊന്ന് റിവേഴ്സ് ചെയ്തോളും. എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു ഹാബിറ്റാണ്. കാരണം അവൾ വളർന്ന് വരുന്നതിനനുസരിച്ച് അന്ന് എന്തെങ്കിലും ഒരു എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാമിന് കംപ്ലീറ്റ് പഠിച്ചില്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുക, അത് ഇരുത്തി പഠിക്കുക, അതൊക്കെ ഒരു നല്ല ശീലമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കിതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പരീക്ഷയോ ക്ലാസ്സോ എക്സാമോ എന്തായാലും ഞാൻ ഒരേ വൈബിലേ ഞാൻ പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പം ചോറ് പാക്ക് ചെയ്യാണ്. മത്തങ്ങൻ പയർ നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട്. പാറുമോക്ക് ഉണ്ടാക്കുമ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരി വളരെ കുറവായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം, എനിക്കങ്ങനെ എരിയില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് മധുരിപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, മുന്തി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ നിഖിലിനും ഗീതുവിനൊന്നും മധുരം നിൽക്കുന്ന ഫുഡുകൾ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് എന്തായാലും നമ്മളൊരു ഫിഷ് കറി നമ്മൾ ഉണ്ടാക്കി വെക്കണം. അവർ ഫിഷ് കറിയുടെയും ചിക്കൻ കറിയുടെയും ആൾക്കാരാണ്. ഞാനും ഏട്ടനുമാണ് മത്തങ്ങയും പയറിൻ്റെ ഒക്കെ ആൾക്കാർ. ഞങ്ങൾ 2 പേരും ഒരുപോലെ, അവർ 2 പേരും ഒരുപോലെ, അങ്ങനെയാണ്. അപ്പോൾ സ്നാക്ക് ബോക്സിൽ ഫ്രഞ്ച് ഫ്രൈസാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ റംബൂട്ടാൻ ഉണ്ടായതുകൊണ്ട് അവൾക്ക് അത് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടും പാക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നേരത്തെ ആയാലും ലാസ്റ്റ് പോകാൻ നേരമാകുമ്പോൾ ഒരു ഹറിബറി ആയിരിക്കും. പിന്നെ ഞാൻ ഈ ഒരു നമ്മുടെ ബാക്ക് കവറാണ് ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സൈക്കിളിന് പോകുന്ന ആൾക്കാരാണെങ്കിലും നടന്ന് കുട പിടിച്ച് പോകുന്ന ആൾക്കാരാണ്, നമ്മുടെ ബാഗ് നനയും, 2 സൈഡ് ഇടാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഞാനിത് മേടിച്ചു. ഭയങ്കര വില കുറവാണ് കേട്ടോ ഈ ഒരു സാധനത്തിന്. ഞാൻ ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, നല്ല വില കുറവാണ്. എനിക്ക് ഭയങ്കര വേർത്തായി തോന്നി. ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, പല റേറ്റിലുള്ളതുണ്ട്. എനിക്ക് തോന്നുന്നു മക്കൾക്കൊക്കെ മേടിച്ച് കൊടുത്തോളൂ. ലാപ്ടോപ്പ് ബാഗായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. സ്കൂൾ ബാഗ് മാത്രമല്ല, അല്ലാത്തുള്ള ഒരുപാട് പർപ്പസിന് നമുക്കിത് യൂസ് ചെയ്യാം. ആക്ച്വലി ഇങ്ങനെ നമുക്കിത് ടൈ ചെയ്ത് വയ്ക്കാം. അതല്ലാണ്ട് ബാഗിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. സ്കൂളിലെത്തിയിട്ട് അവർക്ക് ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് ഈ ഒരു ചെറിയൊരു പൗച്ചിലാക്കിയിട്ട് ബാഗിൻ്റെ എവിടെയെങ്കിലും ഒരു കളറയിൽ ഇട്ട് വയ്ക്കാനും പറ്റും. ഞാനുള്ളപ്പോൾ ഒന്നും ഇങ്ങനത്തെ കുറേ സംവിധാനങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ബാഗൊക്കെ എപ്പോഴും നനഞ്ഞ് ചുറ്റൊക്കെ പോവുക. അപ്പോൾ പാറുക്കുട്ടൻ റെഡി. ഇന്ന് കാറിലാണ് കേട്ടോ പോണത്. കാരണം ഏട്ടൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവും. അത് കാരണം അവളെയും കൊണ്ട് വിട്ട് നേരെ പോകത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ് വന്നപ്പോൾ അയിനൂസ് എണീറ്റ് താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനോട്ട് നല്ല മൂഡിലായതുകൊണ്ട് കുറേ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. എന്തൊക്കെയോ പറയും, പീ വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഇവിടെ എപ്പോഴും അടി. ഒരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് 2ആക്കും വേണം. ഇവിടെ കാശിക്കുട്ടനാണെങ്കിൽ നല്ല അടി കൊടുത്തത് മേടിക്കും. ഇവർ കരഞ്ഞ് തിരിച്ചടി കൊടുക്കാണ്ട് ഇവർ കരച്ചിൽ നിർത്തില്ല. ഇവൻ എരി കയറ്റും കാശിക്കുട്ടൻ. അവർക്കാണെങ്കിൽ അത് ഭയങ്കര വിഷമമാണ്. അവർക്ക് തിരിച്ച് കൊടുക്കാണ്ട് 2, 3 ഒത്താണ്. പാവം നമ്മുടെ പാറുട്ടൻ മാത്രം ഒരു പാവം കൊച്ച്. അതായത് ഇവരുടെ നല്ല ചെണ്ട, അങ്ങനെയാണ് ഞങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ, സീ യു.